Hey friends, welcome to a new vlog. So, ഇന്നത്തെ പരിപാടി എൻ്റെ ഇന്നത്തെ ഒരു ഡേയും പിന്നെ ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് ലൈക്ക് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നിന്നൊരു ഹോട്ടലാണ് ഈ പിറകിൽ കാണുന്നത്, ഹോട്ടൽ ഷാക്ക്. സോ ഇവിടെ നിന്ന് നമുക്കിവിടെ ഒരു ഹോസ്റ്റലുണ്ട്, അങ്ങോട്ടേക്കാണ് ഞാൻ ഈ ഒരു ടാക്സി ബുക്ക് ചെയ്യാൻ പോകുന്നത്. ബുക്ക് ചെയ്യുന്നത് യാൻഡെക്സ് എന്നൊരു ആപ്പ് ഉണ്ട്, അതിലാണ്. സോ ഫ്രണ്ട്സ്, ഞാനിത് ഈ ഒരു യാൻഡെക്സ് എന്നൊരു ആപ്പുണ്ട്, ഈ ഒരു യാൻഡെക്സ് ആപ്പിലാണ് നമ്മൾ ഈ ടാക്സി ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഓൾറെഡി നമ്മൾ ഉള്ള ലൊക്കേഷൻ സെറ്റാണ്, ഒരുപാട് പ്രാവശ്യം ബുക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ എനിക്ക് പോകാനുള്ള സ്ഥലം വേർ ടു എന്നുള്ള സ്ഥലത്ത് ഞാൻ ഗാസിൽ ചൗസി ഇവിടേക്കാണ് എനിക്ക് പോകേണ്ടത്. പിന്നെ ഈ ഒരു എൻട്രൻസ് ഇത് ഞാൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാണ് ഞാൻ നിന്ന സ്ഥലമാണെന്നുള്ള. അതിന് ഇതേ യുവർ ലൊക്കേഷൻ എടുക്കുക, ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത് നോക്കുക നമ്മളുള്ള സ്ഥലത്ത് തന്നെയല്ലേ അത്. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ ഒന്ന് പിക്കപ്പ് ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നീക്കിയതേ ഞാനിപ്പോൾ എവിടെയാണ്, അപ്പോൾ നേരെ അവിടെ തന്നെ ടാക്സി വെക്കുന്ന രീതിയിൽ ഞാൻ ഡൺ അടിച്ചു. അതേപോലെ എനിക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനും ഞാനൊന്ന് കൺഫേം ചെയ്തു മാപ്പിൽ. യെസ്, എനിക്ക് പോകേണ്ട സ്ഥലം ഈ എക്സാക്ട് ലൊക്കേഷൻ ഇതാണ്. എന്നിട്ട് ഡൺ അടിച്ചിട്ട് ഇതിലിപ്പം രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാർട്ടും കംഫർട്ടും. സ്റ്റാർട്ട് അടിക്കുമ്പം നമുക്ക് ചെറിയ വണ്ടി ആയിരിക്കും, കംഫർട്ട് ആകുമ്പോൾ അത്യാവശ്യം ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ 4 പേരേ ഉള്ളൂ, വേറെ ലഗേജസ് ഒന്നുമില്ല. സോ ഞാൻ നേരെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴേ നിയർ ബൈ ഡ്രൈവേഴ്സിനൊക്കെ അലേർട്ട് പോകും. എന്നിട്ട് അവരൊരു ആരെങ്കിലും ഒരാൾ നമ്മളെ പിക്ക് ചെയ്യും. ഞാൻ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. യെസ്, ഒരാൾ നമ്മളെ ചൂസ് ചെയ്തു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ പ്ലേറ്റ് നമ്പർ 184 CB. അപ്പോൾ ഒരു ഗ്രേ ഷെവർലൈൻ XC ആണ് വരുന്നത്, വിത്തിൻ 7 മിനിറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വണ്ടി ഒരു 7 മിനിറ്റ് കൊണ്ട് വരും, നമുക്ക് കറക്റ്റ് കാണാം വണ്ടി എവിടെ എത്തി എന്നൊക്കെ ഉള്ളത്. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇത് ഈ പരിസരത്ത് എവിടെയോ എത്തി വരാനായി. ഓക്കെ, ഇതാ അവിടെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ മാപ്പിലും വന്നു. സോ അവിടെ നമ്മളെ ടാക്സി വെയിറ്റിംഗ് ആണ്, നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെ, ഈ ഒരു കാറാണ്. സോ നേരത്തെ പ്ലേറ്റിൽ കാണിച്ച പോലെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് ഫ്രീ വെയിറ്റിംഗ് ടൈം ഉണ്ട്. എന്തായാലും നമുക്ക് ടാക്സിയിൽ കയറാം. സോ ഇനി ഈ ഒരു മാപ്പ് നമ്മുടെ ഡ്രൈവർക്ക് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പ് ഫോളോ ചെയ്തിട്ടാണ് ഡ്രൈവർ പോവുക. അറ്റ് ദ സെയിം ടൈം നമുക്കും നമ്മുടെ ഈ ആപ്പിൽ ആൾ പോകുന്ന വഴിയും എപ്പം എത്തും റീച്ച് ആവും എന്നുള്ളതും, പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ആയി എന്നുള്ളതും കാണാം ഇൻ സോംസ്. ഇവിടുത്തെ കറൻസി സോംസ് ആണ്, ആ ഒരു സോംസിൽ കാണും. ഗൈസ്, ഇതാണ് ഉസ്ബെക്കിസ്ഥാനിലെ അമ്പരചുംബികളായ കെട്ടിടം. ഇനി അമ്പരചുംബികളായ കെട്ടിടം ആരും കണ്ടില്ല എന്ന് പറയരുത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൗൺ ആണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എത്തി. അപ്പോൾ ഇതിന് എത്ര പൈസയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ താഴെ കാണാം, 12,500 സോംസ് ആണ് ഈ ഒരു ജേണിക്ക് ആയത്. മെല്ലെ പുറത്തിറങ്ങട്ടെ. സോ ഇതാണ് നമ്മുടെ ഒരു ലൊക്കേഷൻ. എൻ്റെ റീലൊക്കെ കാണുന്നവർക്ക് ഓൾറെഡി അറിയുണ്ടാവും ഈ ഒരു പ്ലേസ്, കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ പണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയ ഉടനെയുള്ള പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഇവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഈ നമ്മളിപ്പോൾ ഹോസ്റ്റലിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്, ബുഹാറ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. എന്തിനാ വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമ്മളെ കൂടെ വന്ന കുട്ടികൾക്ക് കുറച്ച് സിം കണക്ഷൻസ് എടുക്കാറുണ്ട്. സോ അതും നമ്മൾ ഇവിടെ തന്നെ നല്ല സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ സിം എടുക്കാൻ പോകാൻ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ നിന്ന് യൂസെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സിമ്മാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നെക്സ്റ്റ് മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അവിടെ പോയിട്ട് കുട്ടികൾക്കുള്ള സിമ്മൊക്കെ കളക്ട് ചെയ്ത് റെഡിയാക്കണം. അങ്ങനെ സിം കാർഡ് കണക്ഷൻ എടുക്കാൻ ഇവിടുത്തെ യൂസെല്ലിൻ്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മെല്ലെ സിമ്മൊക്കെ എടുക്കാം ഗൈസ്. സിം എടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. സിം എടുക്കാൻ ഇവിടെ
വേണ്ടി വന്നത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് വെച്ചിട്ടാണ് സിം എടുത്തത് ഒരു 60,000 സോമിൻ്റെ ഒരു കണക്ഷനാണ് 60 GB. അപ്പോൾ ഇനി ഒരു 1 മന്തിനുള്ളിൽ സ്ലോട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നേരെ ഇവിടെ അടുത്തൊരു ബസാറുണ്ട്, അവിടെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, നേരെ അങ്ങോട്ട് പോവാം. ഇതാണ് മാർക്കറ്റ്, ഇവിടുത്തെ കാർവോൺ എന്നാണ് മാർക്കറ്റിൻ്റെ പേര്. ഉസ്ബെക്കിൽ നമ്മുടെ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളത്. എന്തായാലും നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ എത്താൻ കുറച്ച് വൈകിപ്പോയി. ഇവിടെ മാർക്കറ്റൊക്കെ ഒരു 5 മണിക്ക് ആകുമ്പോഴേക്കും തന്നെ ഇവർ ക്ലോസ് ചെയ്ത് തുടങ്ങും, കാരണം തണുപ്പല്ലേ. ഫ്രണ്ട്സ്, ഇതിവിടെ അത്യാവശ്യം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ബേസിക് സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതേപോലെ ഇല്ലീഗലാണെങ്കിലും ഡോളർ മാറ്റാനുള്ള സ്ഥലവും ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്ന സ്റ്റുഡൻസിന് വൈറ്റ് കോട്ട് കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു കടയിലും അവൈലബിൾ ആണ്. ഇവിടെ നിന്നൊരു കോട്ട് വാങ്ങിച്ചു. ഈ കാണുന്ന കോട്ടാണ് വാങ്ങിയത്. ഏതാണ്ട് ഇവിടുത്തെ 1 lakh സോംസ്. അതെ ഗൈസ്, അങ്ങനെ 1 ലക്ഷത്തിന് ഞങ്ങൾ കോട്ട് വാങ്ങി. ഇനി നേരെ കുറച്ച് ഗ്രോസറീസ് വാങ്ങാണ്ട് നേരെ പോകാം. ഇതാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ ഇൻസൈഡ്. ഇവിടെ വിൻ്ററിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ക്യാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏതാണ്ട് തണുപ്പായി വരുന്നുണ്ട്, മൈനസിലേക്ക് പോയി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റബിൾ ആണ്. ഗൈസ്, ഇത് ഷവർമ്മ തോന്നുന്നു, പക്ഷെ എന്ത് മീറ്റാണെന്നൊന്നും അറിയില്ല. നമുക്കിനി വേണ്ടതൊരു മിററാണ്. മിറർ അവൈലബിൾ ആയിട്ടുള്ളൊരു കട തപ്പി നടക്കുകയാണ് ആക്ച്വലി. ഇതിവിടെ അത്യാവശ്യം ആക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഇടുന്നത് ഈ മിറർ വാങ്ങിച്ചു. സോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞ് നേരെ അതായ ഹോട്ടലിൻ്റെ അടുത്തെത്തി. മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയൊരു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫൈനലി നമ്മൾ ഹോട്ടലിലെത്തിയാണ്. അപ്പോൾ ഹോട്ടലിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ അല്ല, പിന്നില്ലേ പവർ കുത്തുന്ന, അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ടൈപ്പ് F എന്നാണ് പറയുന്നത്, ആ ഒരു പിന്നാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഹോട്ടൽ റൂമിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. കമോ. സോ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു കൺവെർട്ടറാണ്. ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ ഈ ഒരു ടൈപ്പ് F ഉണ്ട്. ഇത് യൂണിവേഴ്സലായതുകൊണ്ട് പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ ഇവിടെ ഇന്ത്യനും. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു നോർമൽ ഒരു പവർ എക്സ്റ്റൻഷൻ വഴിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ടൈപ്പ് USB-യും ടൈപ്പ് C ഒക്കെ ഉള്ളൊരു ടൈപ്പാണ്. അതല്ലാതെ സിംപ്ലി ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയാണ്. അതല്ലാതെ സിംപ്ലി ഈ ഒരു ഡയറക്റ്റ് കൺവെർട്ടർ മാത്രമുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ ടൈപ്പ്. ഇത് ഞാൻ മാർക്കറ്റിൽ പോയ സമയത്ത് വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു സാധനങ്ങളും അവൈലബിൾ ആണ്. അതിൻ്റെ ഇന്ത്യൻ മണി ഒരു 70 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. ഇത് നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് എക്സ്പെൻസീവായിട്ട് വാങ്ങിയതാണ്. കാരണം ഞാൻ ഇനിയും വേറെ കൺട്രീസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തായാലും ഡിഫറെൻറ്റ് ടൈപ്പ് ആവശ്യം വരും, അതുകൊണ്ടാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ആക്ച്വലി ഞാൻ യൂട്യൂബ് വീഡിയോ, ഇത് എൻ്റെ 3ാമത്തെ യൂട്യൂബ് വീഡിയോ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഷൂട്ട് ചെയ്ത 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടൊക്കെയോ അത് അപ്ലോഡ് ചെയ്യാൻ അത്ര ക്വാളിറ്റി ഇല്ലയെന്ന് എനിക്ക് തന്നെ തോന്നി. ഇതും ഒരു പരീക്ഷണാർത്ഥമാണ്. ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തേക്കാം, ചിലപ്പോൾ അപ്ലോഡ് ചെയ്തേക്കാം. അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ എനിക്കും ക്ലിയർ ആകാമല്ലോ. മേ ബി ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗ് ആയിരിക്കാം. സോ എന്തായാലും തെറ്റുകളുണ്ടാവും. എന്തുണ്ടെങ്കിലും പറയാം, ആൻഡ് ഞാനത് ക്ലിയർ ആക്കും. സോ മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ, ദിസ് ഈസ് യുവർ സായദ് സൈനിങ് ഓഫ്.